പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ആരാധന ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നാളുകളിൽ ദൈവം ഞങ്ങൾക്ക് നോമ്പ് ആരാധനയായി കൂടുവരാൻ ദൈവം കൃപ നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ നോമ്പിൻ്റെ 36-ാമത്തെ ദിവസം, ഇന്ന് ചൊവ്വാഴ്ച, കഷ്ടാനുഭവവാരമായി ഇന്ന് കടന്നു വരുവാൻ ദൈവം കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരു ദിവസം കൂടെ ഞങ്ങൾ കാണുവാൻ ദൈവം കൃപ നൽകിയല്ലോ. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ദൈവം ആശീർവദിക്കണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളിന്ന് കർത്താവ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അതുപോലെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവിനെ പൂർണ്ണമായും സ്വീകരിക്കുവാൻ, അനുദപിക്കുവാൻ, കർത്താവിന് പ്രതിഷ്ഠിക്കുവാൻ, സമർപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ മുഴുവൻ സമയവും ഞങ്ങൾ ആർജിക്കുന്ന ഊർജം ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാൻ ദൈവമേ സഹായിക്കണമേ. കടന്നു ജനത്തെയും കടന്നു വരേണ്ടവരെയും ഒരുപോലെ ദൈവം ആശീർവദിക്കും, അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവനാമസ്തുതിക്ക് മഹത്തരമായി ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 48-ാമത്തെ ഗീതം, യേശുപരായില്ലേ ഭവാന് തുല്യം എല്ലാ ലോകത്തിലും ചൊല്ലാം. 48-ാമത്തെ ഗീതം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടാം. ഗീതം 48. യേശുപരാ ഇല്ലേ ഭവാനു തുല്യൻ എല്ലാ ലോകത്തും ചൊൽവാൻ വല്ലഭ മഹേശ നല്ലവ ദേവേശ വല്ലഭ മഹേശ നല്ലവ ദേവേശ ചൊല്ലായുധ സർവേശ സ്വാമിൻ ചൊല്ലായുധ സർവേശ യേശുപരാ ഇല്ലേ ഭവാനു തുല്യം എല്ലാ ലോകത്തും ചൊൽവാൻ എല്ലാം അറിയും നീ എല്ലായിടത്തും നീ എല്ലാം അറിയും നീ എല്ലായിടത്തും നീ എല്ലാ കാലവും നീയേ സ്വാമി എല്ലാ കാലവും നീയേ യേശുപരാ ഇല്ലേ ഭവാനു തുല്യൻ എല്ലാ ലോകത്തും ചൊൽവാൻ എല്ലാം സൃഷ്ടിച്ചു നീ എല്ലാം അഴിക്കും നീ എല്ലാം സൃഷ്ടിച്ചു നീ എല്ലാം അഴിക്കും നീ ഇല്ലേ നിന്നെ പോലായും സ്വാമിനില്ലേ നിന്നെ പോലായും യേശുപരാ ഇല്ലേ ഭവാനു തുല്യൻ എല്ലാ ലോകത്തും ചൊൽവാൻ രൂപരഹിതനെ രൂപം ധരിച്ചോനെ രൂപരഹിതനെ രൂപം ധരിച്ചോനെ പാപരഹിതൻ നീയേ സ്വാമിൻ പാപരഹിതൻ നീയേ യേശുപരാ ഇല്ലേ ഭവാനു തുല്യൻ എല്ലാ ലോകത്തും ചൊൽവാൻ കോടി കോടി ദൂതർ പാടി സേവിച്ചിടും കോടി കോടി ദൂതർ പാടി സേവിച്ചിടും മോടിയേറുന്ന രാജൻ നീ സ്വാമിൻ മോടിയേറുന്ന രാജൻ നീ യേശുപരാ ഇല്ലേ ഭവാനു തുല്യൻ എല്ലാ ലോകത്തും ചൊൽവാൻ ജീവനുടയോനെ ഭൂവിട്ടുയർന്നോനെ ജീവനുടയോനെ ഭൂവിട്ടുയർന്നോനെ ദൈവ
ദൈവകുമാരൻ നീയേ, സ്വാമിൻ ദൈവകുമാരൻ നീയേ. യേശുപരാ ഇല്ലേ ഭവാനു തുല്യൻ എല്ലാ ലോകത്തും ചൊൽവാൻ. സർവമർത്യരെയും ദിവ്യനീതിയോടെ, സർവമർത്യരെയും ദിവ്യനീതിയോടെ നീ വിധിച്ചിടും വേഗം. സ്വാമി നീ വിധിച്ചിടും വേഗം. യേശുപരാ ഇല്ലേ ഭവാനു തുല്യൻ എല്ലാ ലോകത്തും ചൊൽവാൻ. നീ കൽപ്പിച്ച കാലം ആയ ഭൂവിൻ കോലം, നീ കൽപ്പിച്ച കാലം ആയ ഭൂവിൻ കോലം നീക്കും നീ അന്ത്യകാലം. സ്വാമി നീക്കും നീ അന്ത്യകാലം. യേശുപരാ ഇല്ലേ ഭവാനു തുല്യൻ എല്ലാ ലോകത്തും ചൊൽവാൻ. ഈ സമയം സങ്കീർത്തനങ്ങൾ പ്രതിവാക്യം വായിക്കും. 34-ാം സങ്കീർത്തനം, അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് സുവിശേഷം വായിക്കും. സങ്കീർത്തനങ്ങൾ 34 വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 34 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതി വാക്യമായി വായിക്കാം. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. എല്ലാവർക്കും ചേർന്ന് വായിക്കാം. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും പ്രകാരം തന്നെ ആമേൻ. സുവിശേഷ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് തന്നെ നിൽക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യം. സുവിശേഷ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 15 മുതൽ 26 വരെ. മത്തായി 27:15 മുതൽ 26 വരെ. എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവഴി വിട്ടയക്ക പതിവായിരുന്നു. അന്ന് ബർബാസ് എന്ന ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബർബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരയണം എന്ന് ചോദിച്ചു. അവർ അസൂയ ഉണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ചു, ആദിനീമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. എന്നാൽ ബർബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. നാടുവാഴി അവരോട്, ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരയണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബർബാസിനെ എന്ന് അവർ പറഞ്ഞു. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. ആരവം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളം എടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കുമാറാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം.
അല്പസമയം മൗനമായി കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് കഴിഞ്ഞ നാളുകൾ വഴി നടത്തിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ 35 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നോമ്പ് ആരാധനയ്ക്കായി കൂടുവരുവാൻ, വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, നാം ഇന്നലെ കേട്ടതുപോലെ യേശുവിനോട് ചേർന്ന് വസിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പകരുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകലത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നല്ലോ. അധ്വാനം ചെയ്ത വ്യക്തികളുണ്ട്, ജോലിക്ക് പോയ വ്യക്തികളുണ്ട്. വളരെ തിരക്കേറിയ അനുഭവത്തിലും ഇന്ന് നോമ്പ് ആരാധനയ്ക്കായി ഓടിക്കൂടി ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് ധ്യാനിച്ച് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ സന്ധ്യയിൽ കഷ്ടാനുഭവ വാരത്തിൽ നോമ്പ് ആരാധനയായി ദൈവത്തോടടുക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ജനത്തെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഏവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവത്തിൻ്റെ കൃപ പ്രിയപ്പെട്ടവരിൽ പകരുകയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇവിടെ ആവശ്യങ്ങളങ്ങ് തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങൾ നിറവേറുവാനായി ദൈവവചനം ഞങ്ങളിൽ ആഴമായി ഹൃദയത്തിൽ പതിയുവാനും അപ്രകാരം കർത്താവിനോട് ചേർന്നിരുന്നുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും അത് ഞങ്ങൾക്കത് ലഭിപ്പാനും ദൈവമേ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കുഞ്ഞു പ്രായം മുതൽ ദൈവോന്മുഖരായി വളരുവാൻ, ദൈവഭക്തിയിൽ വളരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. കൈക്കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാല അർശനെല്ലാം വിടുവിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ സഹായിക്കണമേ. ഒരു ദുഷ്ടശക്തി അടുക്കാതെ വണ്ണം യേശു അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ തരുന്നു. ദൈവമായ കർത്താവെ, യുവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. തെറ്റിപ്പോകാവുന്ന ഈ നാളുകളിൽ ഈ ലോകത്തിൻ്റെ മായയിൽപ്പെട്ടവരായ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ, വചനമനുസരിച്ച് ജീവിപ്പാൻ എല്ലാ യുവജനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഒരു കൂട്ടം യുവ മക്കളെ കർത്താവെ ഈ വർഷം കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്തല്ലോ. അവരുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ബാലിക ബാലന്മാരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരുകയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാലൻ നടക്കേണ്ട വഴിയിൽ അവൻ ബാലരായിരിക്കുമ്പോൾ തന്നെ അഭ്യസിക്കപ്പെടുവാനും ദൈവകൃപയിൽ അവരുടെ വളരുവാനും ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാനും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ദൈവകൃപ പകർന്നു കൊടുക്കുവാൻ, പരിജ്ഞാനത്തിൽ മുതിർന്നവരായി തീരുവാൻ കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലൂടെയുള്ള ഉപദേശം, കർത്താവിൻ്റെ വചനം അവർക്ക് പകർന്നു കൊടുക്കുവാനും അവരെ പഥ്യോപദേശത്തിൽ വളർത്തുവാനുള്ള ദൈവത്തിൻ്റെ കൃപ എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ കർത്താവെ. എല്ലാ കുടുംബസ്ഥർക്കായും പ്രാർത്ഥിക്കുമ്പോൾ ഈ നാളുകളിൽ കർത്താവെ കൂടുമ്പോൾ ഇൻപമുള്ള കുടുംബജീവിതത്തിൻ്റെ നന്മ എല്ലാവരും അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. കുടുംബ ജീവിതത്തിൽ തന്നെ അനേകമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. പിശാച് അവരുടെ കുടുംബങ്ങളിൽ ഒരിക്കലും വിള്ളൽ വരുത്താതെ ദൈവത്തിൻ്റെ കൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ വരുന്ന ആഴ്ച നടക്കുന്ന VBSനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവമായ കർത്താവെ, അനേക കുഞ്ഞുങ്ങൾ വരുവാനും അവരെ ദൈവവചനം പഠിച്ച് കർത്താവിൽ തന്നെ വസിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവിധ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ വലിയ നന്മ എല്ലാവരും അനുഭവിപ്പാൻ, ദൈവവചനം പഠിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. എല്ലാ സംഘടനകളെയും അതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ, ദൈവവചനം ഉള്ളിൽ ഗ്രഹിക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ ദൈവകരങ്ങളിലേക്ക് തരുന്നു.
കർത്താവിൻ്റെ തിരുരക്തങ്ങൾ കൈക്കൊള്ളുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടതായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആലയത്തിൽ തലവണക്കിയിരിക്കുന്ന വിവിധ ആവശ്യങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ വണക്കത്തോടും പ്രതിഷ്ഠയോടുമായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തക്ക സമയത്തിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സന്നിധിയിൽ വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയത്തെ പകർന്നതുപോലെ ഈ നാളുകളിൽ ഞങ്ങളെല്ലാവരും ഹൃദയത്തെ പകരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ അങ്ങ് കുറുകയും നെടുകയും നടകൊള്ളുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ അടുത്തിരിക്കുവാൻ, അങ്ങയുടെ കരം പിടിക്കുവാൻ, അങ്ങയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ ഈ നാളുകൾ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ഈ നാളുകളിൽ അനുഭവിച്ച വ്യഥകൾ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളും അതിൽ പങ്കുചേരുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളും വണക്കപ്പെടുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളും താഴ്മയുള്ളതായിരിക്കാൻ ദൈവമേ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിൽ വഹിക്കണമേ. ഇന്നത്തെ വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അങ്ങ് പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപമേൽ കൃപ പ്രാപിപ്പാൻ എല്ലാവരെയും സഹായിക്കും. കൊയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലപ്പെടുത്ത സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. ഈ സമയത്ത് ഇരുന്നുകൊണ്ട് തന്നെ 520 ഗീതം, എന്നെ യേശുവേ നീ ആശ്രയം ആലപിക്കുന്ന ഗീതം 520 നമുക്ക് പാടാം. ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കും. എന്നാളും മഞ്ഞിലി സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. ആകുല നേരത്തഞ്ചാരത്തണഞ്ഞോ ഏകുന്നു സാന്ത്വനം നീ എനിക്ക്. ആകുല നേരത്തഞ്ചാരത്തണഞ്ഞ് ഏകുന്നു സാന്ത്വനം നീ എനിക്ക്. ആകയായില്ലാതെല്ലാം ഭയം, പകലും രാവും നീ അഭയം. ആകയായില്ലാതെല്ലാം ഭയം, പകലും രാവും നീ അഭയം. എന്റെ യേശുവേ നീ ആശ്രയം, എന്നാളും മഞ്ഞിലെ സാധുവീന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. ചിന്തി ചന്ദീണം ക്രൂശിലാനൻ ബന്ധനം നീക്കിതൻ സ്വന്തമാക്കി. ചിന്തി ചന്ദീണം ക്രൂശിലാനൻ ബന്ധനം നീക്കിതൻ സ്വന്തമാക്കി. എന്നൊരു ഭാഗനിത്യബന്ധം സന്തതം പാടും സന്തോഷമാം. എന്തൊരു ഭാഗ്യനിത്യബന്ധം സന്തതം പാടും സന്തോഷമാം. എന്റെ യേശുവേ നീ ആശ്രയം, എന്നാളും മഞ്ഞിലെ സാധുവീന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ.
അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഈ അർപ്പിക്കപ്പെട്ടിരുന്ന കാഴ്ചയെ ദൈവം സ്വീകരിക്കണമേ. ഇത് അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടവരെയും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഇത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുവാൻ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് അർപ്പിച്ചതിലൂടെ ഞങ്ങളെ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. ദൈവകൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. സന്തോഷമുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പ് ആരാധനകളുടെ 36-ാമത്തെ ദിവസം. ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് നാം വചനം കേൾക്കുവാൻ പോവുകയാണല്ലോ. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പെരുകട്ടെ. ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഇന്ന് വചനം സംസാരിക്കുവാനായി പ്രൊഫസർ സിപ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ദൈവം വചനത്തിലൂടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, മനോഹരമായ കർത്താവേ, ഈ നോമ്പിൻ്റെ 36-ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് അങ്ങയുടെ ആലയത്തിൽ കടന്നു വന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നൽകിയ അവസരത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ കാണുന്ന ദൈവമായിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവായിരിക്കുക സ്തോത്രം. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവരെയും ദൈവങ്ങൾ തരുന്നു. അല്പസമയം ദൈവമേ, ദൈവസേനയിൽ വചനം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഈ നോയമ്പ് 40 ദിവസത്തെ നോയമ്പ് ദിവസങ്ങളിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ വചനം പങ്കിടുവാൻ ദൈവം തന്ന ഈ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ ഹല്ലേലൂയ പറയുന്നതിന് മടി കാണിക്കാനല്ല, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കരയറ്റുക. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം പാഠമായി വായിച്ച സങ്കീർത്തനം 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ചില വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവസാനത്തെ 16-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ വായിച്ചത്. അതിൽ കുറിവാക്യമായി ഞാൻ എടുത്തിരിക്കുന്ന വാക്യം അതിൻ്റെ 21-ാമത്തെ വാക്യം. ബൈബിളുള്ളവരതെടുത്ത് വായിക്കുക, അത് മനസ്സിലാക്കുക. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പഴിക്കുന്നവർ ശിക്ഷ അനുഭവിക്കുകയില്ല. അതിൻ്റെ 2-ാമത്തെ ഭാഗം: നീതിമാനെ പഴിക്കുന്നവർ ശിക്ഷ അനുഭവിക്കില്ല എന്നല്ല, അനുഭവിക്കും. നീതിമാനെ പഴിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. സത്യവചനമാണിത്. അപ്പോൾ നീതിമാനെ പഴിക്കുന്നവർ ആരാണ്? നീതിമാൻ ദൈവം മാത്രമേ ഉള്ളൂ നീതിമാൻ. മനുഷ്യരായ നിങ്ങളും ഞാനും ആരും നീതിമാന്മാർ അല്ല. ഓരോ കുറവുകൾ നിങ്ങൾക്കും എനിക്കും ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവം മാത്രമാണ് നീതിമാൻ. അപ്പോൾ നീതിമാനെ പഴിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. സത്യവചനമാണ്. പലപ്പോഴും നിങ്ങളും ഞാനും പല പത്രവാർത്തകളും പലതുമൊക്കെ നമ്മുടെ ദേശത്ത് നടക്കുന്നതും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ചില സംഭവങ്ങൾ, വീട്ടിലെ മാതാവ്, മക്കളുണ്ട്, ചിലപ്പോഴും ചിലർ മദ്യപാനികളായിരിക്കാം. മദ്യപാനിയായിരിക്കുന്ന മകൻ വന്ന് പണമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അമ്മ കൊടുക്കും, പിന്നെ ചിലപ്പോൾ പൈസ കാണില്ല, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. പക്ഷേ മകന് കിട്ടിയേ തീരൂ. അവന് മദ്യപിക്കണം. അവനെടുത്തിട്ട് അമ്മയെ അടിക്കും, അമ്മ കിടന്ന് നിലവിളിക്കും. അയൽക്കാരൊക്കെ ഓടിക്കൂടും ശബ്ദം കേട്ട്.
അവർ ചിലപ്പോൾ പോലീസിലും ചിലപ്പോൾ അറിയിക്കും. പക്ഷേ പോലീസ് വന്ന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കുടുംബത്തിൽ സ്നേഹിക്കുന്ന മാതാവ് പറയും, അയ്യോ ഇവിടെ ഒന്നുമില്ല, അപ്പം നിങ്ങളുടെ കയ്യിലും കാലിലൊക്കെ അതൊക്കെ ഞാൻ ചിറക്കി വിഴുന്നുപോയി, അതിൽ പറ്റിയതാണെന്ന് പറയും. തൻ്റെ മോനെ പോലീസിലേൽപ്പിക്കുകയില്ല. പോലീസിലേൽപ്പിച്ചാൽ എന്ത് ചെയ്യും? അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ട് മനസ്സിലാക്കിയാൽ അതിന് ശിക്ഷ കൊടുക്കും. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയുണ്ട്. പക്ഷേ ആ മാതാവ് ക്ഷമിക്കുന്നു. അമ്മ ക്ഷമിക്കുന്നത് കൊണ്ട് അമ്മ മകനെ പിടിച്ചേൽപ്പിക്കുന്നില്ല. ഇത് നിങ്ങളും ഞാനും കാണുന്ന കാഴ്ചകളാണ്, നിങ്ങളും ഞാനും ഓർക്കുക. അപ്പം മാതാവിൻ്റെ ആ സ്നേഹം എപ്രകാരം വെളിപ്പെടുന്നു എന്ന് അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് അമ്മ തന്നെ ഉപദ്രവിച്ച മകനാണ്, തന്നെ വേദനിപ്പിച്ച മകനാണ്, പക്ഷേ അവനെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യങ്ങൾ വായിച്ചാൽ ഇപ്രകാരം അവിടെ എഴുതിയിട്ടുണ്ട്. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തൻ വലത്തും ഒരുത്തനെ ഇടത്തും ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ആ വാക്യം ഒന്ന് ഓർത്തുകൊള്ളുക. ക്രൂശിൽ വെച്ച് കർത്താവ് പറഞ്ഞ ആദ്യത്തെ മൊഴിയാണ്. അവിടെ ഇപ്പുറം നമ്മൾ വായിച്ചത് ക്രൂശിൽ, എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. യേശു പിതാവിനോട് ജനത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു വാക്യമാണ് നമ്മളവിടെ വായിച്ചത്. യേശുവിനെ ക്രൂശിക്കുകയാണ്. യേശുവിനെ ഒരാളായിട്ടല്ല, 3 പേര് ചേർത്താണ് അവർ കുരിശിക്കുന്നത്. എന്തുകൊണ്ട് 3 പേര്? യേശുവിനെ മാത്രം അവിടെ കുരിശിച്ചാൽ പോരെ? യേശുവിൻ്റെ ക്രൂശീകരണമാണ്. പക്ഷേ യേശുവിനെ മാത്രം ക്രൂശിച്ചാൽ ഒരുപക്ഷെ യേശുവിൻ്റെ കൂടെ ഉള്ളവർ, ആ ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഇളകി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കളയും എന്ന് ഭയപ്പെട്ട് മഹാപുരോഹിതനും ശാസ്ത്രിമാരും എല്ലാം പീലാത്തോസിന് ചട്ടം കെട്ടിയാണ് ഒരാളെയെല്ലാം 3 പേര്. ഇപ്പം ക്രൂശിക്കുന്ന സമയത്ത് ഈ കയ്യിലൊക്കെ കാലിലും ആണിയടിച്ച് കയറ്റുമ്പോൾ പലരും കിടന്ന് നിലവിളിക്കും. മാത്രമല്ല പലരും മോശമായ വാക്കുകൾ പറഞ്ഞെല്ലാം ഇവരെ പരിഹസിക്കാൻ മാത്രമല്ല അവർ നിലവിളിക്കും. ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇനി എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനൊക്കില്ല. പക്ഷേ അവരുടെ അതിവേദന സഹിക്കാൻ വയ്യാതെ, അപ്പോൾ അതിൻ്റെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു, ചിലരെല്ലാം പറയുമ്പോൾ ഇവന്മാരെ നാക്ക് കട്ട് ചെയ്ത് കളയും. നാക്കുണ്ടെങ്കിലേ സംസാരിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ചീത്ത പറയുന്ന മോശമായ വാക്കുകൾ പറയാതെ ഈ ക്രൂശിക്കുന്ന ആളുകളെ, അതാണ് പഴയ കാര്യം. അല്ലെങ്കിൽ ചിലരെ വായ ക്ലിപ്പിട്ട് കളയും. ക്ലിപ്പിട്ടാൽ പിന്നെ സംസാരിക്കാൻ ഒക്കില്ല. പക്ഷേ യേശു അങ്ങനെയല്ല. യേശു കൈ നീട്ടിക്കൊടുത്തു. അവരാണിയടിച്ചപ്പോൾ ഒരു വാക്ക് പോലും ഉരിയാടിയില്ല. യേശു സമാധാനത്തോടെ അതെല്ലാം സഹിച്ചു. അത് കഴിഞ്ഞ് യേശു ആ കുരിശിനെ എടുത്ത് കുത്തനെ നാട്ടുമ്പോൾ വളരെ വേദനയാകുന്ന ആ കുഴിയിൽ എടുത്ത് ആ കുരിശ് കുന്തനെ വന്ന് വീഴുമ്പോൾ വളരെ വേദന ഉള്ളതാണ്. പക്ഷേ ആ സമയവും യേശു ഒന്നും മിണ്ടിയില്ല. യേശു എല്ലാ വേദനയും സഹിച്ചു. അപ്പോൾ ഈ വേദനയെല്ലാം സഹിച്ചപ്പോഴാണ് കുരിശിൽ നിൽക്കുന്ന മറ്റുള്ളവർക്കും തോന്നി, നാട്ടുകാരവിടെ നിന്നവർക്ക് നോക്കി, എന്താണ് ഇവൻ സാധാരണക്കാരനല്ല. സാധാരണ ഈ ആളുകളെ കുരിശിക്കുമ്പോൾ ആരും വരിയില്ല. ചിലപ്പോൾ അയാളുടെ 1-2 ബന്ധുക്കൾ ചിലപ്പോൾ കാണുമായിരിക്കും, അല്ലാതെ ഒരുപാട് പേരൊന്നും വരിയില്ല. പക്ഷേ ഇവിടെ യേശുവിനെ ക്രൂശിക്കുന്ന അവസരത്തിൽ യേശുവിൻ്റെ അമ്മ മറിയ, പിന്നെ ശിഷ്യന്മാർ, ചിലരൊക്കെ, അതുപോലെ ആളുകൾ ഒരുപാട് പേര് അവിടെ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ആളുകൾക്ക് മനസ്സിലായത് ദൈവപുത്രനാണ്, യേശു ദൈവപുത്രനാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ക്രൂശിൽ നിന്നുകൊണ്ട് യേശു
എന്തിന് ഈ ആദ്യത്തെ മൊഴി ഇങ്ങനെ പറഞ്ഞു? നമ്മൾ മൊഴിയെ പറ്റി കേട്ടിട്ടുണ്ട്, നമ്മളും പ്രസംഗിച്ചിട്ടുള്ളതാണ് ഒരുപാട്. അല്ലേ? ഒന്നാമത്തെ മൊഴി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, യേശു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമ പറയുന്നു ജനങ്ങൾക്ക് വേണ്ടി, അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി യേശു ക്രിസ്തു ക്ഷമ ചോദിക്കുന്നു. എന്തിനു വേണ്ടിയാണ് യേശു ക്ഷമ ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അതാണ് ആ സംഭവത്തിൻ്റെ ഇതാണ് നമ്മളിന്ന് പാഠമായി വായിച്ച മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്തുകൊണ്ടാണ് അവർ യേശുവിനെ ക്രൂശിച്ചത്? അത് നമ്മുടെ ജഡ്ജിക്ക് അത് മനസ്സിലായി. ഹാലലുയ. അപ്പോൾ യേശുവിനെ എന്തുകൊണ്ട് ആണ് അവർ ക്രൂശിക്കാൻ ഏൽപ്പിച്ചത്? അതെ എന്ന് അവിടെ ഇതിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെ നമ്മൾ വായിച്ച 28-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്കത് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് പീലാത്തോസ് മനസ്സിലാക്കി. പീലാത്തോസിനറിയാം എന്താണ് കാര്യം. ഇവിടെ യേശു കുറ്റം ചെയ്തിട്ടില്ല, യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതാണ് പിന്നെയും താഴോട്ട് ചോദിക്കുന്നത്, ഞാനിവനെ എന്തിന് വിധിക്കണം? എന്ത് കുറ്റം ചെയ്തു പറയുക. എന്ത് കുറ്റം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരം പറയാതെ അവർ പറയുന്നത് എന്താണ്? ഇവനെ ക്രൂശിക്കുക. അപ്പോൾ നിരപരാധിയായ ഒരാളെ എന്തിന് ക്രൂശിക്കണം? പക്ഷേ ഇവിടെ വിളിക്കുന്നത് ക്രൂശിക്കുക. മാത്രമല്ല അവിടുത്തെ നിങ്ങൾ 19-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ 19 അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവർ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച് ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാനിന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞു. നോക്കണേ, അപ്പോൾ ചില ഭാര്യമാർക്ക് തൻ്റെ ഭർത്താക്കന്മാരുടെ ജോലി തിരക്ക് അവർക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കാം. ഇവിടെ അതെ പീലാത്തോസ് ജഡ്ജി. പക്ഷേ പീലാത്തോസിൻ്റെ ജഡ്ജിയുടെ ഭാര്യയ്ക്ക് തലേ ദിവസം ഉറക്കം വന്നില്ല. അവൾ പക്ഷേ സ്വപ്നത്തിൽ ഒരുപാട് കഷ്ടം സഹിച്ചു. തൻ്റെ ഭർത്താവിന് ചെയ്യുന്ന കാര്യത്തെ നീതിയില്ലാതെ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നീതികെട്ട കാര്യം പ്രവർത്തിക്കുമ്പോൾ വീട്ടിലുള്ളവർക്കും ചിലപ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാം. സത്യവേദന പുസ്തകത്തിൽ നിങ്ങളുടെ ബൈബിളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, എൻ്റെ കണക്കുകൂട്ടലുകളൊന്നുമല്ല. അപ്പോൾ ഇവിടെ ആ സ്ത്രീ അവൾക്ക് ഓടിപ്പോകാനൊക്കില്ല. അവളൊരു കത്തെഴുതി ആൾവശം അവിടെ തൻ്റെ ഭർത്താവിനെ ഏൽപ്പിച്ച് തൻ്റെ ഭർത്താവിനെ ഓർമ്മിപ്പിക്കുകയാണ്, ആ നീതിമാൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, സൂക്ഷിക്കണം. നോക്കണേ, അതുകൊണ്ടാണ് പീലാത്തോസ് എങ്ങനെയെങ്കിലും യേശുവിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ഒടുവിൽ ജനങ്ങൾ നിലവിളിച്ചപ്പോൾ അവരുടെ വിളിക്ക് അവൻ എന്ത് ചെയ്യണം? എൻ്റെ 23-ാമത്തെ വാക്യം, ഇവനെന്ത് ദോഷം ചെയ്തു എന്ന് അവനോട് ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ചു. ആ നിലവിളി കൂടുതലായിട്ട് വരികയാണ്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു നോക്കുക. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതെ, തൻ്റെ കൈ വെള്ളത്തിൽ കഴുകി തൻ്റെ നിരപരാധിത്വം അവിടെ തെളിയിക്കുകയാണ്. എന്താണ്? ഈ നീതിമാനാണ്. ഈ നീതിമാനെ കുറ്റം വിധിക്കാനാണ് നിങ്ങൾ കൊല്ലുവാൻ. നിങ്ങൾ പറയുന്ന കൊല്ലുക. ശരി, നിങ്ങൾ കൊണ്ടുപോയി കൊന്നോ, പക്ഷേ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് അവൻ കൈ കഴുകി അവൻ ക്ഷമ പ്രാപിക്കുകയാണ്. പാപക്ഷമ, താൻ ചെയ്യുന്ന കുറ്റത്തിന് ക്ഷമ, അറിയായ്മയിൽ ചെയ്യുമ്പോൾ, തെറ്റുകൾ ചെയ്യുമ്പോൾ അതെല്ലാം ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ അതിൻ്റെ അടുത്ത വാക്യം വായിച്ചു നോക്കുക. അതിൻ്റെ അടുത്ത വാക്യം എന്താണ്? നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. മനസ്സിലായോ? എന്താണ് ഈ ജനത്തിന് എന്തറിയാം?
ഈ ജനത്തിന് എന്തറിയാം? നേതാക്കന്മാർ പറയാൻ നിന്നുകൊണ്ട് വിളിയടാ പറയടാ, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ. ഒരുത്തം പതുക്കെ പറഞ്ഞു കൊടുത്താൽ മതി, മറ്റുള്ളവർ ആർത്ത് വിളിച്ചോളും. അവരെന്തിനാണ് പറയണതെന്ന് അവർക്ക് നിശ്ചയമില്ല. അവരെന്താണ് പറയുന്നത് അവർക്ക് നിശ്ചയമില്ല. അതാണ് ഞാൻ നേരത്തെ സങ്കീർത്തനത്തിൽ വായിച്ചു, നീതിമാനെ പഴിക്കുന്നവന് ശിക്ഷ വരാതിരിക്കയില്ല. യേശു ക്രൂശിൽ നിന്ന് ആദ്യമായി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ മൊഴി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല. ഇത് ആരൊക്കെ കണക്ക് കൂട്ടി ഇവരെ പിറകെ നിന്ന് ഇവരെ കുത്തിയിളക്കി അവർ നിലവിളി പറയുന്നതാണ്. അവരോട് ക്ഷമിക്കണമേ. അതാണ് ദൈവം, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ നിന്നുകൊണ്ട് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഈ മാപ്പുസാക്ഷികളായ വന്നവർ. ഇവർക്കൊന്നും അറിയില്ല, പക്ഷേ ഇവർ നീതിമാനാണ് കുറ്റം വിധിക്കുന്നത്. പിതാവായ ദൈവം, നിങ്ങൾ 34-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യമുള്ള നേരത്തെ വായിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി വീട്ടിൽ ചെന്നിട്ട്. നീതിമാനെ പഴിക്കുന്നവർക്ക് ശിക്ഷ ഉണ്ടോ, വേറെ എന്തെല്ലാമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ബൈബിളിൽ സത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നീതിമാനെ കൊന്നാൽ എന്തൊക്കെ സംഭവിക്കാം? അത് ചെയ്യുന്നവർക്ക് എന്തൊക്കെ സംഭവിക്കാം? ഇത് ആർക്കറിയാം? യേശുവിനറിയാം. അതുകൊണ്ട് യേശു വന്നത് എന്തിനു വേണ്ടി? പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. ഈ പാപത്തിലായിപ്പോയ ഈ ജനം, നിരപരാധികളായ ഈ ജനം, അവർ ആരുടെയോ പ്രേരണകളാണ് ചെയ്തത്. അതുകൊണ്ടാണ് യേശു അവിടെ വിളിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിഞ്ഞൂടാ. അപ്പം ജഡ്ജിമാർ ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ ആളുകളെ വെറുതെ വിടണമെങ്കിൽ അവർക്ക് കാരണം കാണിക്കണം. അവർക്ക് കാരണം എഴുതണം. അല്ലാതെ ചുമ്മാ ഇവരെ വെറുതെ വിട്ടിരിക്കുന്നതെന്ന് പറയാൻ ഒക്കില്ല. പിന്നെ അവർക്ക് കാരണം കാണിക്കണം, എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വെറുതെ വിടുന്നത്. ഇവർ കുറ്റം ചെയ്തവരാണെന്നാണ് എഴുതി വച്ചിരുന്നത്. പക്ഷേ ഈ കുറ്റത്തെല്ലാം അവർക്ക് മാപ്പുസാക്ഷിയായി വിട്ടുകൊടുക്കുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം കാണിക്കുക. അതാണ് യേശു ക്രിസ്തു ഇവിടെ പിതാവിനോട് തൻ്റെ കാരണം കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്? എന്താണ് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവരറിയായ്മയിൽ തെറ്റ് ചെയ്യുകയാണ്. ഇവർക്ക് ഇതിൻ്റെ കാര്യം ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ആർക്കെ അറിയാം? മഹാപുരോഹിതനും ശാസ്ത്രിമാർക്കും പ്രമാണികൾക്കും അറിയാം. അവരാണ് യേശുവിനെ കൊല്ലണം. ഇവൻ ഒരുത്തൻ മരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നെല്ലാം വേദപുസ്തകത്തിൽ നിങ്ങൾ ബാക്കി ഭാഗമെല്ലാം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ അവർ ഗൂഢാലോചനകളൊക്കെ നടത്തി യേശുവിനെ കൊല്ലുകയാണ്. പക്ഷേ അതിന് കുറേ പേരെയൊക്കെ ഗ്രൂപ്പിലാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പുകാർ അങ്ങനെ കളിയാണ്. നോക്കണേ, അവർ വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ യേശു നിരപരാധികളെ കൊല്ലുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്. എന്താണ് യേശു പ്രാർത്ഥിച്ചത്? ഇവർ അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവൻ എന്ത് വരും? അവൻ നിരപരാധിയാണോ? അതാണ് പിലാത്തോസ് കൈ കഴുകി, ഇവൻ നിരപരാധിയാണ്, ഇവൻ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പക്ഷേ ഇവിടെ കൂടെ നിന്ന നേതാക്കന്മാർ പറഞ്ഞു കൊടുത്ത് കൂട്ടി വിളിച്ചവർ എന്താണ് വിളിച്ചത്? ഈ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നോട്ടെ, ഞങ്ങളുടെ മക്കളുടെ മേൽ വന്നോട്ടെ. കുടുംബത്തിന് ശാപങ്ങൾ വിളിച്ചു വരുത്തുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കല്ലേ? ആർക്കും സംഭവിക്കല്ലേ? അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വിളിച്ചത്. അറിയാതെ അല്ല. അവർക്ക് പാപക്ഷമ കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. യേശു പിതാവിനോട് ചോദിച്ചത് എന്താണ്? ഇവർക്ക് അറിയായ്മയിൽ ചെയ്തവരാണ്. അറിയായ്മയിൽ തെറ്റ് ചെയ്തവർക്ക് അവരോട് ക്ഷമിക്കണമേ. പക്ഷേ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവർക്ക് ക്ഷമ കിട്ടുകയില്ല. അതാണ് ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചാലറിയാം. ഇത് യേശുവിൻ്റെ മരണശേഷം യെരുശലേം ദേവാലയം എന്ത് സംഭവിച്ചു? എല്ലാം തീക്കിരയാക്കി. ഒരു കല്ലിൻ്റെ മേൽ രണ്ടാമത്തെ കല്ലില്ലാതെ വയ്ക്കാതെ അതെല്ലാം പൊളിച്ച് അതിൻ്റെ ഇടയിലൊക്കെ സ്വർണ്ണമുണ്ടെന്ന് മനസ്സിലാക്കി അതെല്ലാം കുത്തിപ്പിടിച്ച് ഇളക്കിയെടുത്ത് ചാമ്പലാക്കി എടുത്തവരാണ്. ഹല്ലേലൂയ. മാത്രമല്ല അന്ന് വലിയ സംഹാരം നടന്നു, ചോരപ്പുഴ ഒഴുകി. എവിടെ, ആര്, എന്ത്? ബൈബിളും അതുപോലെ മറ്റുള്ളവർ പഠിച്ച അവരുടെ നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ ചോദിച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സംഭവിച്ചു? യേശു പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ അറിഞ്ഞുകൊണ്ട്
പാപം ഞങ്ങളുടെ മേൽ വന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് വേദപുസ്തകത്തിനൊക്കെ അറിയാം. നയമാൻ്റെ കുഷ്ഠരോഗം വന്നു. അപ്പോൾ അവൻ്റെ ചേർന്ന അവൻ്റെ ഒരു ബാല്യക്കാരത്തി അവൻ്റെ വീട്ടിൽ ജോലിക്ക് പിടിച്ചുകൊണ്ടുപോയി ഒരു സ്ത്രീ കുഞ്ഞാണ് പറഞ്ഞത് എന്താണ്? ഇവൻ അവിടെ ഞങ്ങളുടെ ദേശത്ത് പോയിരുന്നെങ്കിൽ ഇവൻ്റെ കുഷ്ഠൻ മാറിക്കിട്ടും. അതെ, അവിടെ നയമാൻ്റെ കുഷ്ഠരോഗം മാറ്റുവാനൊക്കെ വേണം എലീശ എന്നുള്ള പ്രവാചകനുണ്ടെന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അവിടെ പോയപ്പോൾ അവന് സ്വർണ്ണവും ഇതെല്ലാം കൊണ്ടാണൊക്കെ പോയത്. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ അറിയാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം വായിച്ചാൽ ഈ സംഭവം എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി അവൻ രാജാവിൻ്റെ അടുക്ക പോയി. രാജാവ് പറഞ്ഞു, അയ്യോ ഇവൻ യുദ്ധത്തിന് വരെയാണ്. പക്ഷേ പ്രവാചകൻ പറഞ്ഞു അവനെ ഇഞ്ഞ് വരാൻ പറ. ഇവിടെ വരാൻ പറഞ്ഞു. പ്രവാചകൻ്റെ അടുക്ക വന്നപ്പോൾ പറഞ്ഞു, നീ അവിടെ ചെന്ന് ഇവിടുത്തെ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറഞ്ഞു. അവന് ദേഷ്യം വന്നു. അവൻ വിചാരിച്ചത് എന്താണ്? ഇവിടെ പ്രവാചകൻ ഞങ്ങളെ ഇങ്ങനെയൊക്കെ എൻ്റെ കുഷ്ഠമുള്ളിടത്തൊക്കെ ഇങ്ങനെ കയ്യും വെച്ച് ആട്ടിയൊക്കെ സുഖപ്പെടുത്തുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. പിന്നെ ചെന്ന് കുളിക്കാൻ പറഞ്ഞു. അയാൾ ദേഷ്യപ്പെട്ട് തിരിച്ചു പോകാൻ പോയി നയമാൻ. പക്ഷേ പട്ടാളത്തുകാർ പറഞ്ഞു, യജമാനെ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഒന്ന് കുളിച്ചുകൂടെ, ഒന്ന് മുങ്ങിക്കൂടെ? അവനിതാ മുങ്ങി. 1 പ്രാവശ്യം മുങ്ങിയിട്ട് നോക്കി, ഇല്ല മാറുന്നില്ല. 2 പ്രാവശ്യം നോക്കി, മാറുന്നില്ല. 3 പ്രാവശ്യം നോക്കി. അവൻ 7ാമത്തെ പ്രാവശ്യം ഏതായാലും വന്നു പോയില്ലേ എന്ന് പറഞ്ഞവൻ മുങ്ങി. 7ാമത്തെ പ്രാവശ്യം പൊങ്ങിയപ്പോൾ അതെ, അവൻ്റെ കയ്യിലെ കുഷ്ഠരോഗം എല്ലാം മാറി. അവൻ്റെ ശരീരം വെളുത്തമായി തീർന്നു. അവന് നല്ല ശരീരം പോലെയായി. അവൻ പറഞ്ഞു, അയ്യോ ഇവിടെ തന്നെ ദൈവമുണ്ട്, അതുകൊണ്ട് ദൈവമില്ല എന്നല്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മണ്ണെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഇവിടെ മണ്ണ് വാരി കെട്ടിക്കൊണ്ട് പോവുകയാണ്. അവൻ കൊണ്ടുവന്ന സാധനമെല്ലാം ഇവിടെ കൊടുക്കാൻ പോയി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ എനിക്ക് ഒന്നും വേണ്ട. പക്ഷേ രാജാവിനൊരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളണം. അത് ഗേഹസി എന്ന് പറയും. അപ്പം അയാൾ നയമാന് ആ ഗേഹസി അവരിതെല്ലാം തിരിച്ചു കൊണ്ടുപോയപ്പോൾ സങ്കടപ്പെട്ട്, അയ്യോ ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒന്നുപോലും വാങ്ങിക്കാതെ എല്ലാം തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട്, എനിക്കറിയാം ഇതൊക്കെ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന്. അവനിതാ രഹസ്യമായിട്ട് അവരുടെ പുറകെ ചെന്ന്, അയ്യോ ഇപ്പോഴൊരാൾ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞിരുന്നു, നിങ്ങൾ കുറച്ച് വല്ലതും തരണേ. ഓ കുറച്ചോ, ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് അവൻ ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തയച്ചു. ഗേഹസി ഇതെല്ലാം വാങ്ങിച്ച് തൻ്റെ വീട്ടിൽ തൻ്റെ പെരയിടത്തിൽ കൊണ്ട് കുഴിച്ച് വച്ചിട്ട് വേഗം ചെന്ന് അതെ പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് നിന്നു. പ്രവാചകൻ ഇവനെ ചോദിക്കുകയാണ്, ഗേഹസി നീ എവിടെ പോയി? ഞാൻ ഇവിടെ ഒന്നും പോയില്ല, ഞാനിവിടെയൊക്കെ ഉണ്ടായിരുന്നു. നിനക്ക് പണം ഉണ്ടാക്കുവാൻ്റെ ഒക്കെ വണ്ണം അവസരം ഇതാണോ? പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. എന്താണ് കൊടുത്തത്? ഈ നമ്മുടെ നയമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതി മേലും വരട്ടെ എന്ന്. നിനക്കും നിൻ്റെ മക്കളുടെ മേലെ, നിങ്ങൾ ബൈബിളൊക്കെ പഠിക്കുന്നവരാണ്, ഇതൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ബൈബിളൊക്കെ എടുത്ത് വായിച്ചൊക്കെ നോക്കുക. ഇത് സത്യമാണോ, ഇതിൽ എഴുതിയിട്ടതാണോ, അത് ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണോ എന്ന് നോക്കണേ. എന്ത് പറ്റി? മോഹം, സമ്പത്തിന് മോഹം, സ്ഥാനമാനത്തിന് മോഹം. ഓരോന്നും മോഹിച്ച് ഉള്ളതുമെല്ലാം നഷ്ടപ്പെട്ട് ശാപങ്ങൾ തങ്ങൾക്ക് മാത്രമല്ല തലമുറയ്ക്ക് വാങ്ങിച്ചു വയ്ക്കുന്നു. ഇതാണ് നമ്മളിവിടെ കാണേണ്ടത്. ആ പാവം ഞങ്ങളുടെ മേലും ആ രക്തത്തിന് ഞങ്ങളും ഞങ്ങളുടെ മക്കളും നോക്കണേ നിലവിളിച്ച് വാങ്ങിച്ചു വയ്ക്കുന്ന കൂട്ടങ്ങൾ. ഹല്ലേലൂയ. എന്തായിരിക്കുന്നു? യേശു രക്ഷിതാവാണ്, മനസ്സിലുള്ള ദൈവം തന്നെയാണ്. പക്ഷേ കുറവ് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറന്ന് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഈ രാത്രിയിൽ, ഈ നോയമ്പിൻ്റെ രാത്രിയിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കളെ, നമ്മൾ പ്രവർത്തനങ്ങളെ പ്രകാരമായിരിക്കുന്നു. എന്തെങ്കിലും പ്രവർത്തനം എവിടെങ്കിലും തെറ്റിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. പരിശുദ്ധാത്മാവെ കാണിച്ചു തരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറയുക, യേശുവിനോട് മാപ്പ് പറയുക. യേശുപ്പാ, ഞങ്ങൾ അറിയായ്മയിൽ ചെയ്തത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ തലമുറകൾ മേൽ കണക്കിടരുത്. ഞാൻ ആദ്യം പറഞ്ഞു, മകന് അമ്മയെ അടിച്ച്, അമ്മയെ ഉപദ്രവിച്ച്, അവനെ സ്നേഹിക്കുന്ന അമ്മ അവൻ്റെ തെറ്റുകളെല്ലാം മറയ്ക്കുന്നു. തൻ്റെ മകനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ ഏൽപ്പിച്ച് കൊടുക്കുന്നില്ല. പക്ഷേ ഇതിവിടെ എന്താണ് സംഭവിക്കുന്നത്? യേശു
പിതാവിനോട് അപേക്ഷിച്ചു, പിതാവേ, ഇവർ അറിയായികൊണ്ട് ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ. അറിയായ്മയിൽ ചെയ്യുന്നത് ദൈവം ക്ഷമിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി ഇവർ കൂട്ടുകെട്ട് ഉണ്ടാക്കിയാണ് യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ്റെ, യേശുവിനെ കുരിശിൽ തറയ്ക്കുവാൻ്റെ കൊണ്ട് ഇവിടെയാക്കി തീർത്തത്. കണക്ക് കൂട്ടി പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ ഫലങ്ങൾ വരാതിരിക്കയില്ല എന്ന് സത്യവചനത്തിൽ കൂടി നിങ്ങൾ ഞാനും ചിന്തിക്കാൻ പോകുന്നു. അടുത്ത ക്രൂശിൻ്റെ മൊഴികൾ നിങ്ങൾ ചിന്തിക്കുന്ന ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനും തുടർന്നുള്ള വാക്കുകളിലേക്ക് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനൊക്കെ കൊണ്ട് സാധിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രിയമുള്ളവരെ, ദയവായി എനിക്ക് ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ഓർമ്മിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സത്യവചനത്തിൻ്റെ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. ദൈവം പിതാവിനോട് ക്ഷമ ചോദിച്ചു. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ നിന്ന് എന്തുകൊണ്ട് യേശുവിന് ആദ്യം ഇതേ പറഞ്ഞു. യേശുവിൻ്റെ അമ്മ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. യേശുവിൻ്റെ അമ്മയെ കണ്ടിട്ടൊന്നും മിണ്ടിയില്ലേ? മറ്റു വേറെ എല്ലാം ഉണ്ട്. അതൊക്കെ പിന്നെ അടുത്ത വാക്കുകളിൽ പറയുന്നു, മൊഴിയിലൊക്കെ പറയുന്നു. ആദ്യമായിട്ട് എന്തുകൊണ്ട് യേശു പറഞ്ഞത്? യേശു പറഞ്ഞ, പിതാവേ, ഈ ജനത്തോട് ക്ഷമിക്കണമേ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ സ്തെഫാനോസ് എന്നുള്ളൊരു ഒരു പ്രവാചകനെയും അവർ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. അപ്പോൾ സ്തെഫാനോസും സ്വർഗത്തിലേക്ക് നോക്കി, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, യേശുവിനെ നോക്കി. അതെ, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവായ യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ട് അവൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൻ്റെ ദേഹത്ത് കല്ല് വീഴുന്നു. അവനിതാ ഇവരെല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. പക്ഷേ അവൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഈ ജനങ്ങളോട് അവരുടെ കുറ്റം ക്ഷമിക്കുവാൻ തക്കവണ്ണം, ക്ഷമ ചോദിക്കുവാൻ തക്കവണ്ണം ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. പക്ഷേ ദൈവത്തോട് ക്ഷമിക്കുവാൻ പറയുവാൻ തക്കവണ്ണം നിങ്ങൾ ഞാനും കടമപ്പെട്ടവരാണ്. നമ്മളെ ഉപദ്രവിക്കുന്നവർ, നമ്മളെ പരിഹസിക്കുന്നവർ, നമ്മെ മറ്റു പല രീതിയിൽ നമ്മെ ഉപദ്രവിക്കുന്നവരായിരിക്കാം. പക്ഷേ അവർക്ക് വേണ്ടി നമ്മൾ ക്ഷമ ചോദിക്കുവാൻ തക്കവണ്ണം നാം കടമപ്പെട്ടവരാണ്. യേശു അതാണ് ക്രൂശിൽ വെച്ച് നിങ്ങളോട് എന്നോടും പറഞ്ഞ് നമ്മെ മനസ്സിലാക്കിച്ച് തന്നത്. ഈ രാത്രിയിൽ നാം വെറുതെ പോകുന്നതായിട്ടല്ല. ഈ ദിവസങ്ങളിൽ, ഈ നൊയമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ കടന്നു വന്നിട്ട് എന്ത് കിട്ടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ കുറവുകൾ ഏറ്റു പറയാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കിയോ? നമ്മൾ അതെല്ലാം ഏറ്റു പറഞ്ഞോ? എപ്രകാരമായിരിക്കുന്നു? പിന്നെയും നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണോ? എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, തീർച്ചയായും ദൈവം മനസ്സിലുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ നീതി പ്രവൃത്തികളൊന്നുമല്ല നമ്മൾ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ. ആ കൃപയിൽ നിറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിറയുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സമാപന സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. എന്തൊരു സ്നേഹമീ സാധുവേ ഓർത്തു നീ സന്താപസാഗർ തന്നിൽ വീണു. എന്തൊരു സ്നേഹമീ സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോമന പൈതലായി തീർക്കേണമേ. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോമന പൈതലായി തീർക്കേണമേ. പൊന്നേശുതം പുരാൻ നല്ലൊരു രക്ഷകനെന്നെ സ്നേഹിച്ചുതൻ ജീവൻ വെച്ചു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെ ഓർത്ത് യേശുവിനോട് ചേരുവാൻ ഞങ്ങളെ അങ്ങ് ഉപദേശിച്ച കൃപകൾക്കായി സ്തോത്രം. വചനത്തെ ഞങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിക്കുന്നു. സംസാരിച്ച കർത്തദാസനെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. വചനം കേട്ട് ഞങ്ങൾ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിത്യം വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഭവനങ്ങളിലേക്ക് പോകുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കണമേ. മടക്കയാത്രയിൽ അങ്ങയുടെ ദർശനം നൽകണമേ. സുഖമായ നിദ്ര നൽകി രാവിലെ അങ്ങയുടെ മുഖം കൊണ്ടുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ
എല്ലാവരെയും സഹായിക്കണമേ. നേരത്തെ ആരാധനയിൽ തക്ക സമയത്ത് കടന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ നിത്യജീവിതത്തോടും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ